ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ട്രാവൽ വീഡിയോ അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷൻ ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്രയൊന്നുമല്ല. നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ട പോലെ തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് കിടക്കുന്ന കേരളത്തിലെ തന്നെ വൺ ഓഫ് ദ മെയിൻ ഹൈവേസിലൊന്നായിട്ടുള്ള തൃശ്ശൂർ, കാലിക്കറ്റ്, ഗുരുവായൂർ, കുന്നംകുളമൊക്കെ പോകുന്ന നമ്മുടെ ആ ഒരു ഹൈവേയിലെ കേച്ചിന് മുതൽ ചൂണ്ടൽ വരെയുള്ള ഒരു അവസ്ഥ, റോഡിൻ്റെ വളരെ ശോചനീയമായിട്ടുള്ളൊരവസ്ഥ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളെന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ടത് അങ്ങനെയാണ്. അതിൻ്റെ ഏറ്റവും മോശപ്പെട്ട പരിതാപകരമായ അവസ്ഥയിലായിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ട്. ഈ അടുത്ത് നമ്മുടെ മന്ത്രി വഴിമാറിപ്പോയി എന്നതിൻ്റെ പേരിൽ ആ റോഡ് വളരെയധികം വിവാദമാകും. അതുപോലെ തന്നെ ന്യൂസ് ചാനലുകളിലൊക്കെ നല്ല രീതിയിൽ ചർച്ചയായിട്ടും ചെയ്തിട്ടുള്ള കേച്ചിരി മുതൽ ചൂണ്ടൽ വരെയുള്ള ആ റോഡിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. തൃശ്ശൂരിൽ നിന്ന് കാലിക്കറ്റ്, അതുപോലെ ഗുരുവായൂർ, കുന്നംകുളം റോഡുകളിലൂടെയൊക്കെ പോകുന്ന ആൾക്കാർ കടന്നു പോകുന്നൊരു റോഡാണ്. അതുപോലെ കേരളത്തിലൊരു പ്രധാന ഹൈവേ കൂടിയാണ് നമ്മുടെ ഈ ഒരു റോഡ്. അതിൻ്റെ അവസ്ഥയാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബൈക്ക് യാത്രക്കാർക്കൊക്കെ അവരുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള രീതിയിലാണ് റോഡിൻ്റെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി കുഴികളാണ്. അതും കുഴികളെന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിലുള്ളതല്ല. കുഴികളൊക്കെ വലുതായി മഴ പെയ്ത് വീണ്ടും വീണ്ടും കുഴികളിലൂടെ വണ്ടികൾ പാസ് ചെയ്തിട്ടൊക്കെ വളരെ വലിയ കുഴികളാണ് റോഡിൽ രൂപപ്പെട്ടിട്ടുള്ളത്. അതും മഴയും കൂടി പെയ്ത് കഴിഞ്ഞാൽ ഈ കുഴികളിലൊക്കെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡെപ്ത് എത്രയാണെന്ന് അറിയാതെ വണ്ടി അതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വണ്ടി ചാടിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക പേരുടെയും ബാലൻസ് പോയി ആ റോട്ടിൽ വീഴുന്ന കാഴ്ചകളൊക്കെ ഇപ്പോൾ പതിവാണ്. പിന്നെ ചെളി നിറഞ്ഞത് ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ അവസ്ഥ. ഒരു പ്രധാന ഹൈവേയുടെ കണ്ടീഷൻ അതിൻ്റെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയിൽ എത്തിയിട്ട് പോലും അതിനെതിരൊരു നടപടിയോ അല്ലെങ്കിൽ ജനങ്ങൾ ഇത്രയും പോകുന്നതാണ്, ജനങ്ങളുടെ ജീവന് ഭീഷണിയാണ് എന്ന് അവർക്ക് മനസ്സിലായിട്ട് പോലും യാതൊരു രീതിയിലും ഒരു സപ്പോർട്ടില്ല. ഇപ്പം നിങ്ങൾ കണ്ട പോലെ തന്നെ ആ ചേട്ടൻ്റെ ആ റോഡിൽ സ്കിഡ് ചെയ്ത് വീഴാഞ്ഞത് ഭാഗ്യം. ഇതുപോലെ കാഴ്ചകളിലൂടെ എന്നും പതിവാണ്. വണ്ടിയിൽ നിന്ന് വീഴുന്നവർ, വണ്ടി കുഴിയിലടിച്ച് വീല് ബെൻഡാവുന്നവർ, അങ്ങനെ വണ്ടിക്ക് ഒരുപാട് കേടുപാടുകൾ പറ്റുന്നവരൊക്കെ ഉണ്ട്. നമ്മളെല്ലാവരും റോഡ് ടാക്സ് അടച്ച് നമ്മളൊരു വണ്ടിയും കൊണ്ട് റോഡിലിറങ്ങുമ്പോൾ ഈ റോഡിന് വേണ്ടിയിട്ടാണോ നമ്മൾ റോഡ് ടാക്സ് കൊടുക്കുന്നത്? ഗവൺമെൻറ്റിന് എന്നുമുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് കിട്ടുന്ന എന്ത് കാര്യത്തിനും വളരെ വലിയ ആക്ഷനും വളരെ ഉത്തരവാദിത്തോടും കൂടിയിട്ട് അവർ ആ വർക്ക് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മുടെ MVD, ഞാൻ ആരെയും ഒരു പാർട്ടീനെയോ ഒരു ഗവൺമെൻറ് ഒഫീഷ്യൽസിനെയോ ബ്ലെയിം ചെയ്യാൻ വേണ്ടി പറയല്ല. ഒരു കോമൺ മാൻ എന്ന നിലയിൽ, ഒരു ടാക്സ് കൊടുത്ത് ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ നമുക്കിതൊക്കെ കാണുമ്പോൾ എന്തായാലും പൊളിഞ്ഞു വരും. ജനങ്ങളിത് സഫർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു റോഡിലൂടെ യാത്ര ചെയ്യുന്ന ഏതൊരാളും പറയുന്ന മനസ്സിൽ ശപിക്കുന്ന ഒരു കാര്യം ഇതാണ്, എന്നാണ് ഈ ഗവൺമെൻറ് ഒന്ന് ശരിയാക്കി തരുന്നത്. കാരണം ഇതൊരു ക്ലിയർ എക്സാമ്പിളാണ്. നമുക്ക് ജനങ്ങളോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ഗവൺമെൻറ്റിന് എത്രത്തോളം ഉണ്ട്. പല പ്രശ്നങ്ങൾ ചിലപ്പോൾ ഗവൺമെൻറ്റിന് ഉണ്ടായിരിക്കാം ഇത് റെഡിയാക്കാനായിട്ട്. പക്ഷേ ഒരു റോഡ് അതിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള, ഏറ്റവും ദയനീയമായിട്ടുള്ള, ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു അവസ്ഥയിലിരിക്കുമ്പോൾ ഗവൺമെൻറ്റിനെ ജനങ്ങളോട് എക്സ്ക്യൂസ് പറയാനായിട്ട് പറ്റില്ല. കാരണം ഇത് നമ്മുടെ അവകാശമാണ്. നമുക്ക് വളരെ ബേസിക്കായിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളിൽ ഒന്നാണ് ഈ ഒരു റോഡ് എന്ന് പറയുന്നത്. രാവിലെ തന്നെ ജോലിക്ക് പോകുന്ന ഒരാൾ ഈ റോഡിലൂടെ പോകുമ്പോൾ ഓഫീസിൽ എത്തുന്ന വരെയുള്ള ആളുടെ ഒരു കഷ്ടപ്പാട് എന്താണ്? അതുപോലെ എന്തെങ്കിലും അത്യാഹിതം അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോകുന്ന ആൾക്കാർ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഡിലേ ആവും. ഒന്നാമത്തെ കാര്യം ഭയങ്കര ട്രാഫിക്കാണിപ്പോൾ, കാരണം റോഡില്ല. ഇതിനിടയിൽ എന്തെങ്കിലും എമർജൻസി കാര്യങ്ങളായിട്ട് പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഒരു ആംബുലൻസിന് പോലും കടന്നു പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണ്ടില്ലേ, നിങ്ങളിപ്പോൾ കണ്ട പോലെ തന്നെ ആ ഒരു ആംബുലൻസ് കടന്നു പോകാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ആ നോർമൽ സ്പീഡിൽ അവർക്ക് പോകാനായിട്ട് പറ്റൂ. കാരണം അത്രയും കൊണ്ടും കൂടിയാണ് അതിൽ പോകുന്ന രോഗിക്ക് വരെ അത് ഭയങ്കരമായിട്ട് ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു റോഡിലൂടെയുള്ള ഒരു യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇത്രയും മോശമായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇനിയെങ്കിലും ഗവൺമെൻറ് ഒന്ന് കണ്ണു തുറക്കുക, ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ആക്ഷൻ എടുക്കുക, ഈ റോഡ് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി തരിക. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ചോദിക്കുന്നുള്ളൂ. നമുക്ക് സഞ്ചരിക്കാൻ യോഗ്യമായിട്ടുള്ള ഒരു നല്ല റോഡ്. കാരണം ഇതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കുറച്ച് നാൾ മുമ്പ് വരെ നടക്കുന്നുണ്ടായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് കുറ്റിപ്പുറം വരെയുള്ള റോഡുകളുടെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അന്ന് സത്യം പറഞ്ഞാൽ ഒരുവിധ ആൾക്കാരൊക്കെ ഹാപ്പി ആയിരുന്നു. റോഡുകളൊക്കെ ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ്, നല്ല റോഡുകൾ വരികയാണ്. ബട്ട് അതും പാതി വഴിയിൽ നിന്നുപോയി. ഈ പാറന്നൂർ ഭാഗങ്ങളിലെ റോഡുകളിൽ ഇതുപോലുള്ള കുഴികൾ പണ്ടുമുണ്ട്. അന്നൊക്കെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു രീതിയിൽ അത് ടാർ ചെയ്യാതെ ആ കുഴികൾ മാത്രം വന്ന് അടച്ച് ഈ ഒരു റോഡിലൂടെയുള്ള യാത്ര സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാച്ച് വർക്കിൽ വണ്ടി ഓടിക്കുന്ന ഒരു ഫീലായിരുന്നു. കാറായാലും ബൈക്കായാലും നമുക്ക് കംഫർട്ടിൽ പോകാനായിട്ട് പറ്റില്ല. കാരണം ഓരോ മുക്കിലും മൂലയിലും പാച്ച് വർക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു പ്രോപ്പർ റോഡ് ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഇത് തോടാണ്. തോട്ടിലൊരു റോഡ് എന്ന് പറയുന്നതായിരിക്കും ശരി. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിനെ റോഡെന്ന് വിളിക്കാൻ പറ്റുമോ? അതും ഇത്രയും വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പ്രധാന ഹൈവേ ആണെന്ന് പോലും നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു കണ്ടീഷനാണ്. എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇതിൻ്റെ അധികാരികളിലെത്തി ഈ ഒരു അവസ്ഥ അവർ മനസ്സിലാക്കിയിട്ടെങ്കിലും ഈ ഒരു റോഡും കാര്യങ്ങളൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ യോഗ്യമാവുന്ന ഒരു കണ്ടീഷനിലാക്കി തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.